100% എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ ആക്റ്റീവാണോ അത്രത്തോളം എനിക്ക് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നപ്പം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതൊരിക്കലും ഞാൻ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ അതിന്റെ അടിയിൽ വരുന്ന ഓരോ എഴുത്തുകളും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെ പേരാമ്പ്രയിലുള്ള ആളുകൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഓടി നടക്കുകയാണ്. മാക്സിമം ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാ ആളുകളിലേക്കും എത്താനുള്ള ശ്രമം നടത്തുന്നു. നിലവിൽ എങ്ങനെയാണ് മണ്ഡലത്തിലെ പ്രതീക്ഷകളൊക്കെ, ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? 100% വളരെ പോസിറ്റീവായിട്ടാണ് ആളുകളൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഇനി എന്താണ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ആളുകൾക്ക് എന്ത് പ്രതിസന്ധിയാണ് ഉള്ളത് അതൊക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു വിഷയം, ഇന്നലെ പ്രതിഭയ്ക്കെതിരെ ഉണ്ടായ ഒരു അധിക്ഷേപം, അതിൽ ലീഗ് ശക്തമായൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ സൈബർ ഇടത്തിൽ ഫാത്തിമ തഹലിയ അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? 100% എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ ആക്റ്റീവാണോ അത്രത്തോളം എനിക്ക് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നപ്പം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതൊരിക്കലും ഞാൻ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ അതിന്റെ അടിയിൽ വരുന്ന ഓരോ എഴുത്തുകളും പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെ പേരാമ്പ്രയിലുള്ള ആളുകൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രയാസത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിന് നിയമ നടപടി എന്താണോ അത് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അത്തരത്തിലുള്ള അധിക്ഷേപ കമന്റുകൾ വരുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പരിശോധിച്ചിട്ടുണ്ട്. ആ കമന്റുകളുടെ ഒക്കെ ഉത്ഭവം പരിശോധിച്ച് നോക്കിയാൽ, അതിന്റെ കണ്ടന്റ് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. അതിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളുണ്ട് നിരന്തരമായിട്ട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിന്, അധിക്ഷേപം നടത്തുന്നതിന്, ബോഡി ഷേമിംഗ് നടത്തുന്നതിന്, എങ്ങനെയൊക്കെയാണോ ഒരാളെ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മാനസികമായിട്ട് തകർക്കുക, അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇത്രയും കാലം ആ രൂപത്തിൽ തന്നെയാണ് അവർ എനിക്ക് നേരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലപ്പുറം ഇതൊരു വലിയ ആയുധമാണ്. ഇത് അവരുടെ മുമ്പിലുള്ള എന്തൊക്കെയാണോ ഇത്തരത്തിൽ ആളുകളുടെ മുമ്പിലുള്ള ആയുധം, അതിലേറ്റവും പ്രധാനപ്പെട്ട വലിയ ക്രൂരമായിട്ടുള്ള ഒരു അക്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇത് കുറച്ചുകൂടെ ചർച്ചയാകേണ്ട വിഷയം കൂടിയല്ലേ? പ്രത്യേകിച്ചും പ്രതിഭയുടെ വിഷയത്തിൽ വലിയ രീതിയിൽ എല്ലാ ഭാഗത്തും പ്രതികരണം വന്നിട്ടുണ്ട്, നടപടി ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ചർച്ച കൂടെ ഈ വിഷയത്തിലും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട്. ഇപ്പോ ഇത് എന്നെ പോലെയുള്ള ഒരു UDF കാൻഡിഡേറ്റിന് നേരെയാണ് ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടക്കുന്നത്. എന്തേ ഇതിന് മറുപടിയില്ലേ? ഇത് കേരളത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരെ കാണുന്നില്ലേ? സാമൂഹികപരമായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് കാണുന്നില്ലേ? ഇനി എന്തിനേറെ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറയുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടല്ലോ, അവരിത് കാണുന്നില്ലേ? വനിതാ കമ്മീഷൻ ഇവിടെ ഉണ്ടല്ലോ. ഒരു പരാതിയും ഇല്ലാതെ നേരിട്ട് കേസെടുക്കുന്ന വനിതാ കമ്മീഷന് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് മാധ്യമത്തിൽ നടക്കുന്ന അധിക്ഷേപം കാണുന്നില്ലേ? അപ്പോൾ എന്നെ പോലെയുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുകയും എന്നാൽ ചില ആളുകൾക്ക് തൽപരകക്ഷികൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇരട്ടാത്താപ്പ് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെയുള്ള പേരാമ്പ്രയിലുള്ള ആളുകൾ നോക്കിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അതിന് പുറത്തും ഇവര് വ്യാപകമായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള അറിവും കഴിവും കരുത്തും പൊളിറ്റിക്കൽ വിഷനും ഈ പേരാമ്പ്രയിലുള്ള ജനങ്ങൾക്കുണ്ട്. ശക്തമായ നിയമ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും നിയമവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്നോ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്, ബോഡി ഷേമിങ്, സ്ത്രീകൾക്ക് നേരെയുള്ള അറ്റാക്ക്. അത് ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ വരുമ്പോൾ മാത്രമാണോ സംസാരിക്കേണ്ടത്? എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും വേണം എന്ന് ഗവൺമെന്റിനോട് ഒരുപാട് തവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ്. ഒരുപാട് മരണങ്ങൾ ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെയുള്ള ആത്മധൈര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഇനി ഇത്തരത്തിൽ ഫേക്ക് ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കുന്നതിനെതിരെയൊക്കെയുള്ള നിയമങ്ങൾ എന്തുകൊണ്ട് ഈ സർക്കാർ സംവിധാനത്തിൽ കൊണ്ടുവന്നില്ല? അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആരൊക്കെ ഈ വിഷയത്തിൽ ഏറ്റവും യുക്തമായിട്ട്, അതായത് യാതൊരു രൂപത്തിലുള്ള പൊളിറ്റിക്കൽ ബാരിയേഴ്സിനപ്പുറത്ത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കാണുക. തീർച്ചയായും തനിക്കെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫാത്തിമ തഹലിയുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.